കുമളിയിൽ ബസ് കണ്ടക്ടറായ രഞ്ജീഷ് ആത്മഹത്യ ചെയ്തു. അദ്ദേഹം ആത്മഹത്യ ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ന്യായം കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വീഡിയോ ആയിട്ട് വന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ല, ഇങ്ങനെ ഒരു കാര്യവുമായിട്ട് ഏതെങ്കിലും സോഷ്യൽ മീഡിയക്കാരുടെ അടുത്ത് വരികയോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ന്യായം കിട്ടുമോ, നീതി കിട്ടുമോ? ഇല്ല. എല്ലാവരും ഇപ്പോൾ എന്തുമാത്രം പോരാടിയിട്ടുണ്ടാവും ആ ആള് ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും അറിഞ്ഞോ? ഇല്ല. ആത്മഹത്യ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇന്നിപ്പം എല്ലാവരും അറിയുന്നതും എല്ലാവരും അയാളുടെ നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്നതും. ഇവരിന്ന് എന്താണ്, അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ ഇയാൾക്കൊരു ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി മേടിച്ചു കൊടുക്കാനോ ആരെങ്കിലും കൂടെ നിന്നോ? ഈ അഡ്വക്കേറ്റോ ആരെങ്കിലും കൂടെ നിന്നോ? ഇല്ല. പക്ഷേ ഈ അഡ്വക്കേറ്റിനെ സമീപിച്ചിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ സമീപിച്ചിട്ടുണ്ടാവില്ലേ കുഞ്ഞിനെ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കേസ് നടത്താൻ വേണ്ടിയിട്ട്? ആ അഡ്വക്കേറ്റ് എന്താണ് രഞ്ജീഷിന് നീതി മേടിച്ചു കൊടുക്കാനത്? അല്ലെങ്കിൽ ഈ നീതിപീഠം, ഈ വിധി പറഞ്ഞ ജഡ്ജി എന്താണ് രഞ്ജീഷിന്റെ വാക്ക് കേട്ടിട്ട് അദ്ദേഹത്തിന് നീതി കൊടുക്കാതിരുന്നത്? അപ്പോൾ ഒരാൾ മരിക്കണം അല്ലേ അയാൾക്ക് നീതി കിട്ടണമെങ്കിൽ? ജീവിച്ചിരിക്കുമ്പോൾ നീതി കിട്ടില്ല അല്ലേ? ഈ രഞ്ജീഷ് ജീവിച്ചിരുന്നപ്പം ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി എന്തോരം പോരാടിയിട്ടുണ്ടാവും. പക്ഷെ അവിടെ എല്ലാം തോറ്റുപോയി. അതുകൊണ്ടല്ലേ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞതും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞതും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കൂടെ നിൽക്കുന്നു. പക്ഷേ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരോ ആരെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിടുകയോ അങ്ങനെ ഒരു വീഡിയോ വൈറലാക്കുകയോ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ജീവിച്ചിരുന്നേനെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു കോടതിയുടെ അടുത്തോ ഒരു അഡ്വക്കേറ്റിന്റെ അടുത്തോ എവിടെയെങ്കിലും സമീപിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആരും അദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ സപ്പോർട്ടിനായിട്ട് എല്ലാവരും കൂടി നിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ ഇന്നലെ ഈ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ടേ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ആരും എന്തേ അങ്ങേരെ സപ്പോർട്ട് ചെയ്തില്ല? മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയോ ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. ജീവിച്ചിരുന്നപ്പോഴും ആരെങ്കിലും നല്ല അഡ്വക്കേറ്റ്സോ അല്ലെങ്കിൽ നല്ല ഈ ഓൺലൈൻ മീഡിയക്കാരോ അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്മാരോ ആരെങ്കിലും ഒക്കെ അദ്ദേഹത്തിന് സപ്പോർട്ടുമായി ചെന്നിരുന്നു എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കേണ്ടി വരില്ലായിരുന്നു. വിട്ടുകൊടുക്കാതിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് നമ്മുടെയൊക്കെ ഇടയിൽ ജീവിച്ചിരുന്നതന്നെ. നിങ്ങൾ ആരെങ്കിലും അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ രഞ്ജീഷ് ആത്മഹത്യ ചെയ്തപ്പോൾ രഞ്ജീഷ് ഒരു കാര്യം ഓർത്തില്ല. രഞ്ജീഷിന്റെ മകനെ രഞ്ജീഷിന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചുകൊണ്ട് രഞ്ജീഷിന്റെ ഭാര്യ പോയ മനപ്രയാസത്തിൽ ആത്മഹത്യ ചെയ്തു എന്നല്ലേ പറയുന്നത്. അപ്പൊ രഞ്ജീഷ് അറിഞ്ഞില്ലേ, രഞ്ജീഷിനെ 38 വയസ്സങ്ങാണ്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത്രയും വർഷം വരെ വളർത്തി വലുതാക്കിയ ഒരു അച്ഛനും അമ്മയും രഞ്ജീഷിനില്ലേ? അപ്പൊ ആ അച്ഛന്റെ അമ്മയ്ക്കും ഈ മകനെ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുമോ? രഞ്ജീഷ് അത്രയെങ്കിലും ആലോചിച്ചിട്ട് ആത്മഹത്യ ചെയ്യാതിരിക്കാമായിരുന്നു അല്ലേ? രഞ്ജീഷിന്റെ മകനെ നഷ്ടപ്പെടുമെന്ന് ഓർത്തപ്പോൾ സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു. അപ്പൊ ഈ അച്ഛനും രഞ്ജീഷിന്റെ അച്ഛനും അമ്മയും ഇനി എന്ത് ചെയ്യും? അവരുടെ മകനെയല്ലേ നഷ്ടപ്പെട്ടത്. അപ്പൊ അവരിനി എന്ത് ചെയ്യും?